അപ്പോൾ ഇന്ന് നടന്ന മാച്ച് നമ്പർ 12 കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറും അതുപോലെ തന്നെ ആലപ്പി റിപ്പിൾസും തമ്മിലായിട്ടായിരുന്നു മത്സരം വന്നിരുന്നത്. ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ കാലിക്കറ്റ് 172 റൺസ് സ്വന്തമാക്കാൻ സാധിച്ചു 20 ഓവറിൽ. അവർക്ക് വേണ്ടി ബാറ്റിംഗ് നിരയിൽ തിളങ്ങിയത് രോഹൻ കുന്നുമേലാണ് 31 റൺസ് സ്വന്തമാക്കി. അതുപോലെ തന്നെ അഖിൽ സ്കറിയ 45, മുഹമ്മദ് ഇൻഫാൻ 20 റൺസ്, മനു കൃഷ്ണൻ 26 റൺസ് സ്വന്തമാക്കി. അങ്ങനെ കാലിക്കറ്റിന് 172 എന്നുള്ള നല്ലൊരു ടോട്ടൽ എടുക്കാൻ സാധിച്ചു ആലപ്പിക്കെതിരെ. ആലപ്പിക്ക് വേണ്ടി ബോളിംഗ് നിരയിൽ തിളങ്ങിയത് രാഹുൽ ചന്ദ്രൻ 3 വിക്കറ്റ്, അതുപോലെ തന്നെ ജരാജ് 2 വിക്കറ്റ് സ്വന്തമാക്കാൻ സാധിച്ചു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ആലപ്പി റിപ്പിൾസിൻ്റെ കാര്യങ്ങൾ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു അവരുടെ ബാറ്റിംഗ് തുടങ്ങിയത്. അവർ ബാറ്റിംഗ് നിരയിൽ ആർക്കും തന്നെ ശോഭിക്കാനായില്ല എന്ന് പറയേണ്ടി വരും. ബാറ്റിംഗ് നിലയിൽ ആകെ കളിച്ചത് ജലാജാണ്. ജലാജ് 43 റൺസ്, അതുപോലെ തന്നെ അസറുദ്ദീൻ 21 റൺസ് സ്വന്തമാക്കാൻ സാധിച്ചു. മറ്റാർക്കും തന്നെ അവർ ബാറ്റിംഗ് നിരയിൽ തിളങ്ങാൻ സാധിപ്പിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാലിക്കറ്റിൻ്റെ ആ ഒരു ബോളിംഗ് മികവ് തന്നെയാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. കാലിക്കറ്റിന് വേണ്ടി മോനു കൃഷ്ണൻ 3 വിക്കറ്റ്, അഖിൽ സ്കറിയ 2 വിക്കറ്റ്, മിഥുൻ 2 വിക്കറ്റ് സ്വന്തമാക്കി. അങ്ങനെ ടോട്ടൽ 129 കളി അവസാനിപ്പിക്കാൻ ആലപ്പി റിപ്പിൾസിനെ ഒതുക്കാൻ സാധിച്ചു കാലിക്കറ്റിന്. നല്ലൊരു ബോളിംഗ് തന്നെയായിരുന്നു കാലിക്കറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. അങ്ങനെ കാലിക്കറ്റിൻ്റെ മികച്ച ഒരു വിജയം ഈ ഒരു മത്സരത്തിനകത്ത് സ്വന്തമാക്കാൻ സാധിച്ചു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി. അപ്പോൾ കാണാം. ബൈ.